ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്യാപ്ചാഗോ എന്ന് പറയുന്ന ഒരു ആപ്പിനെ പറ്റിയാണ്. നമുക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ജോബാണ് ഇത്. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ആപ്പ്. അപ്പോൾ ഞാൻ എൻ്റെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഞാൻ എൻ്റെ അത് അക്കൗണ്ട് എടുത്തു. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് 4 രൂപ 63 പൈസയുണ്ട്. എക്സ്ട്രാ ഒരു ഏണിങ്സ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഞാനൊരു ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാലും എക്സ്ട്രാ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിനുള്ള കുറേ ടാസ്കുകളുണ്ട്, സർവേസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ സർവേസൊക്കെ അങ്ങനെ മുഴുവനും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. ഞാൻ രണ്ടുമൂന്നും ചെയ്ത് നോക്കി, എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനകത്ത് മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഗെയിംസ് എന്ന് പറഞ്ഞ സെക്ഷനിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. കണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ക്യാപ്ചാസ്, അത് നമ്പേഴ്സാണ് കൂടുതൽ വരുന്നത്. ആ നമ്പേഴ്സ് വന്നിട്ടുണ്ടാകും. അതിനകത്ത് ഓപ്ഷൻ ഉണ്ടാകും. കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. പിന്നെ ഒരു ആഡ് വരും. ആ ആഡ് ഫുള്ള് കണ്ടിന്യൂസ് കണ്ട് തീർക്കുക. ഒരു 59 സെക്കൻഡൊക്കെ വരും. എങ്ങനെ എന്നാലും 1 മിനിറ്റൊക്കെ ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും ക്യാപ്ചാസ് വരും. ആ ക്യാപ്ചാസ് കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ദെൻ അത് പിന്നെയും സബ്മിറ്റ് ചെയ്യുക. പിന്നെ ആഡ്സ് വരിക. ഈ ആഡ്സ് കാണുക. ശരിക്കും പറഞ്ഞാൽ ഈ ആഡ്സാണ് നമുക്ക് അക്കൗണ്ടിൽ കോയിൻസ് വരുന്നത്. ഈ കോയിൻസ് പിന്നീട് 24 hours കഴിഞ്ഞിട്ട് വാലറ്റിലേക്ക് കൺവേർട്ട് ആവുക ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ കോയിൻസിൻ്റെ വാല്യൂ എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഗെയിംസ് കളിക്കണം എന്നാണെങ്കിൽ, നമ്മൾ ഈ ക്യാപ്ചാസ് ടൈപ്പ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഗെയിംസ് കളിക്കണം എന്നാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ടിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ, ഇത് സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യുവാണ്. ആക്ച്വലി ഇത്രയും ആഡ്സ് ഉണ്ട്. ഈ ആഡ്സ് മുഴുവനും കാണണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റ് കഴിഞ്ഞിട്ട് ഇതുണ്ടോ, ഇപ്പോൾ ഇങ്ങനെ വന്നു. അത് കറക്റ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക, പിന്നെ സബ്മിറ്റ് കൊടുക്കുക, പിന്നെ ആഡ്സ് വരും. അപ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യാം. ഒരു 20 കോയിൻസൊക്കെയാണ് വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ടിക്കറ്റ്സ് ഉണ്ട്. ടിക്കറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഗെയിം കളിക്കുന്നത്. ആ ടിക്കറ്റ്സ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആഡ്സ് കാണുക. കുറച്ച് ലാഗിങ് ആണ്. മണി പെട്ടെന്നൊന്നും ഏൺ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്താ പറയുക, വേറെ ഒന്നും തന്നെ വേണ്ട. ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെന്നാണെങ്കിൽ, കുറച്ച് സമയവും കുറച്ച് ക്ഷമയും ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമായിട്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ പെട്ടെന്നൊന്നും ഒരുപാട് മണി കിട്ടത്തില്ല കേട്ടോ. കുറച്ച് ക്ഷമയൊക്കെ വേണം. ആഡ്സ് കാണണം. പിന്നെ ഇതൊക്കെ ഒരു വലിയൊരു ടൈം പാസ്സൊക്കെ എടുക്കുവാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതാണ് സംഭവം. ചില ആഡ്സൊക്കെ നമുക്ക് തീരെ ഡൈജസ്റ്റ് ആവത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ആഡ്സ് കണ്ടാൽ കോയിൻസ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കൊരു 4 രൂപ 63 പൈസ ഉണ്ട്. ഞാൻ ഇതിൽ ഒരിക്കലും എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളും കൊടുത്തിട്ടില്ല. കാരണം എനിക്കൊരു റൗണ്ട് ഫിഗർ ആവണം. എന്തെങ്കിലും ഒരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലാണെങ്കിൽ ഒരു റൗണ്ട് ഫിഗർ ആയിട്ടുള്ള ഒരു എമൗണ്ട് കിട്ടണം. എന്നാലേ ഞാനത് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണെങ്കിലും, വർക്ക് ചെയ്തിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് മറ്റുള്ളവർക്കും കൂടി. ജസ്റ്റ് ഇപ്പോൾ വീഡിയോ എല്ലാവരും എന്നെപ്പോലെ തന്നെ ഞാനും യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ ഞാൻ വീഡിയോസൊന്നും കംപ്ലീറ്റ്ലി കാണാറില്ല. ഞാൻ മെയിൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഞാൻ നോക്കുന്നത് കമൻറ്റ് സെക്ഷനിലാണ് നോക്കുന്നത്. കമൻറ്റിൽ എല്ലാവരും എങ്ങനെയാണ് ഒപ്പീനിയൻ പറഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ എന്നെപ്പോലെ തന്നെ ആയിരിക്കുമല്ലോ ഓൾമോസ്റ്റ് എല്ലാവരും വരുന്നത്. മലയാളികൾ പൊതുവെ ഇങ്ങനെയൊക്കെ, മലയാളികൾ മാത്രമല്ല എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യലിലൂടെ വീഡിയോ കണ്ടില്ലെങ്കിലും അവർക്കൊരു ആൻസർ കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ എന്നെ. എനിവേ താങ്ക് യു.